ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഇത് പാർട്ട് 2 ആണ് ഗൈസ്. അപ്പോൾ ഞാൻ നമ്മുടെ സൈക്കിൾ ഗൈസ് നേരത്തെ ചിലവരൊക്കെ കണ്ടില്ലെന്ന് പറഞ്ഞത് ബ്ലറായിരുന്നെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് നമ്മുടെ സൈക്കിൾ എന്ന് വെച്ചാൽ ഹെർക്കുലീസിൻ്റെ കോമ്പറ്റ് എന്ന മോഡലാണ്. അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഭയങ്കര ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് ഇത് പോണത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ സ്ഥലത്ത് പോകാം. അപ്പോൾ ഗൈസ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റി പിടിപ്പിച്ചു ഗൈസ്. അപ്പോൾ ഇതാണ് ഈ തൊട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്. ചില സമയത്ത് അങ്ങോട്ട് പോകും ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പഴയ സൈക്കിൾ കണ്ടു. ഇനി നമ്മുടെ പുതിയ സൈക്കിളിന് ഞാൻ ഒരു ചെറിയ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞില്ല രണ്ടൊരു മോഡിഫിക്കേഷൻ്റെ ഇതാണ് നമ്മുടെ മോഡിഫിക്കേഷൻ കേട്ടോ. ഒരു കുട്ടി ഗണപതിയാണ് വണ്ടിക്കകത്ത് വെച്ചാണ്. ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടു ഫുൾ പോളിഷ് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് സംസാരിക്കാൻ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ കെയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞില്ല ഞാൻ യൂസ് ചെയ്യണ പ്രൊഡക്ട്സ് ഇതൊക്കെയെന്ന് പറയാം. ഞാൻ നമ്മുടെ ഈ സൈക്കിൾ കഴുകാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത് ബൈക്ക് ഷാമ്പു ആണ് ഗൈസ്. നമ്മുടെ 5 രൂപയ്ക്ക് കടയിലൊക്കെ കിട്ടുന്ന സാധാ ഷാമ്പു എടുത്തിട്ട് നമ്മളൊന്ന് നല്ലോണം പതപ്പിച്ചൊന്ന് കഴുകിയാൽ മതി ഗൈസ്. നമ്മൾ തല ഇരിച്ചേക്കണം, എന്ന് വെച്ചാൽ ഇത് ആ ഫ്ലോറിൽ ഇങ്ങനെ ഞെക്കണ പോലെ ഇരിക്കണം ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ ഫ്ലോറിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഈ താഴെയുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം ഗൈസ്. പിന്നെ ഞാൻ പോളിഷ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ചീപ്പായിട്ടുള്ള ഐറ്റമാണ്. അത് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം ഗൈസ്. നാളത്തെ വീഡിയോയിൽ ഞാൻ എന്താ പോളിഷ് ചെയ്യണതിന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയാം. പിന്നെ ഞാൻ മെയിനായിട്ടൊരു ചെറിയ തുണിയുണ്ട്, അതുകൊണ്ടൊന്ന് തൂത്തി തുടച്ചൊക്കെ ഒഴിക്കും. ഇനി എന്താ സസ്പെൻഷൻ ഓയിൽ ഒഴിച്ച് കൊടുക്കും. നമ്മൾ ക്രാങ്കിലൊന്നും ഒഴിച്ച് കൊടുക്കില്ല ഓയിൽ. ക്രാങ്ക് വരെ നമ്മളങ്ങനെ ഓയിലൊന്നും ചെയ്ത് കൊടുക്കില്ല ഗൈസ്. അവിടെ ഒന്നും ഓയിൽ ഒഴിച്ച് കൊടുക്കില്ല ഗൈസ്. പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നും നമ്മൾ ബ്രേക്ക് നോക്കണം ഗൈസ്. ഇപ്പോൾ നമുക്ക് മഴ വരുന്നുണ്ട് അപ്പോഴും. അപ്പോൾ ഗൈസ് നമുക്ക് ചെറുതായിട്ട് മഴയുടെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് മാറി നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ടായിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള വല്ലതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. ഞാൻ അടുത്ത ഞായറാഴ്ച വേണമെങ്കിൽ Q&A ഒന്ന് നോക്കാം. ഇപ്പം ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പേനയൊന്ന് താഴെ വീഴാണ്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സെല്ലോയുടെ പിങ്ക് പോയിൻറ്റിൻ്റെ ബ്ലാക്ക് ഇങ്കാണ് ഗൈസ്. എന്നുവെച്ചാൽ അത്യാവശ്യം നല്ലൊരു പേനയാണ് ഗൈസ്. അത് നമ്മളെന്തിനാ അത് പറയണം, നമ്മുടെ സൈക്കിളിനെ കുറിച്ചല്ലേ പറയണ്ടത്. അപ്പോൾ ഗൈസ് നമ്മുടെ കുട്ടി ഗണപതി ഇരിക്കണത് ഇവിടെ ഹെർക്കുലീസ് എല്ലാം നല്ല പോളിഷ് ചെയ്ത് മിനുക്കി വെച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.